Neethu's Academy, India's #1 language academy. ഇനി ആരാണ് ബൈക്കിലാണ്? ഒന്നുകൂടെ കാണിച്ച കൈ എങ്ങനെ മുദ്രാഗി വിളിക്കണമല്ലുണ്ടല്ലോ. അവിടെ എന്നാ കാണില്ല, കസേരയൊന്നും കയറിയിരിക്കുക കാണത്തില്ല, അതുകൊണ്ടാ. കസേര കയറിന്നോ ധൈര്യമായിട്ട് കയറിയിരിക്കുക. കൊടുക്ക ഇത് ചോദിക്കുക. ഹായ്, ഞാൻ ആദരേൽസുവൻ. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ മാമിൻ്റെ അടുത്താണ്. രസതന്ത്രത്തിലെ ഫസ്റ്റ് മെയിൽ ക്യാരക്ടറായിട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഓപ്പോസിറ്റ് അഭിനയിക്കുന്നത് ഭരത് ഗോപി, ഏറ്റവും മഹാനായ നടൻ, പിന്നെ മോഹൻലാൽ, രണ്ടുപേരുടെ കൂടെ. അത് എന്താ പറയുക, അതും ഈ ആൺവേഷം ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷേ എഗെയിൻ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പ്ലേഫുള്ളാക്കി. ആ ക്യാരക്ടർ ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഒരു തമാശ രൂപത്തിലായി. അതൊന്നും ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് കുറച്ച് കഴിയുമ്പോഴും നടപ്പൊക്കെ അങ്ങനെയായി, ഒരു ആൺകുട്ടി നടക്കുന്ന പോലെയൊക്കെ ആവും നമുക്ക്. ബട്ട് മോൾ ചോദിച്ചപ്പം ഓർമ്മ വന്നത് ഭരത് ഗോപി സാറിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയ വലിയൊരു ബ്ലെസ്സിങ് ആണ്. അദ്ദേഹം കൂടെ നിർത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞൊക്കെ തരുമായിരുന്നു. പിന്നെ അദ്ദേഹം പണ്ട് ആദ്യം ചെയ്ത സിനിമകളിലുള്ള എക്സ്പീരിയൻസസും എങ്ങനെയാണ് ആ ഒരു ഇതൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. ഇറ്റ് വാസ് ഇൻഡീഡ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഐ എൻജോയ് ബീങ് എ മാൻ. ബൈ ദ വേ, വിമൻ ഹാവ് ടു ബി ഓൾ ദ ടൈം വെരി കോൺഷ്യസ് അല്ലേ? നമ്മൾ സ്ത്രീകളാകുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നടത്തം ഇരുത്തമൊക്കെ. ഒരു ആൺകുട്ടിയാകുമ്പം എന്തോ ഒരു നമ്മുടെയൊക്കെ, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാൻ എനിക്ക് അറിയില്ല, താല്പര്യമില്ല. ബട്ട് ഒരാണാകുമ്പം കെയർ ഫ്രീയാണ് അല്ലേ? ഒന്നിനെപ്പറ്റി ഒരു ഇതില്ല. അപ്പോൾ അത് എൻജോയ് ചെയ്തു ഞാൻ ശരിക്കും. അപ്പോൾ എന്നെ എല്ലാവരും ഒരു ആൺകുട്ടിയായിട്ട് പുറത്തൊക്കെ ഇട്ട് അടിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ സെറ്റിൽ. സോ അതൊക്കെ നല്ല രസമായിരുന്നു. താങ്ക് യു മാം. Neethu's Academy, India's #1 language academy.